കല്യാണം കഴിച്ച് സെറ്റിലാവണം. അപ്പം അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള, അതായത് സർജറി ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ട് പയ്യനായിട്ടുള്ള ബോയ് വോണ്ട് ടു ചേഞ്ച് ആസ് എ ഗേൾ ആൻഡ് ടു ഗെറ്റ് മാരി എ ബോയ്, ഫീമെയിൽ വോണ്ട് ടു ചേഞ്ച് ആസ് എ മെയിൽ ആൻഡ് വോണ്ട് ടു ഗെറ്റ് മാരി ടു എ ഗേൾ ആൻഡ് ടു ഗെറ്റ് സെറ്റിൽ. അപ്പം അങ്ങനത്തെ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക, ട്രാൻസ് വുമൻ എന്നും ട്രാൻസ് മെൻ എന്നും. കാരണം അവിടെ അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് എടുത്ത് അവരുടെ ശരീരം അതുപോലെ കൺസേൺഡ് അവർ ഏത് ജെൻഡറാണ് അവർ ആഗ്രഹിക്കുന്നത് അതേ ജെൻഡറായിട്ട് അവരുടെ ശരീരവും ഫിസിക്കലും അതുപോലെ മാറണം. ആൻഡ് അവരുടെ ഓപ്പോസിറ്റ് സെക്സിനെ കല്യാണം കഴിച്ച് സെറ്റിലാവണം. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ വരുമ്പോൾ അതിനെ പറയുന്നതാണ് ട്രാൻസ് വുമൻ ആൻഡ് ട്രാൻസ് മെൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നെക്സ്റ്റ് ഒരു ചോദ്യം വരും, ഒരു പയ്യനെ അതായത് ഇപ്പം ട്രാൻസ് മെൻ, ഈ പയ്യൻ വന്ന് ഒരു പയ്യനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു, അപ്പോൾ അതിനെ നമ്മൾ ഗേ എന്നല്ലേ പറയുന്നത്. പെൺകുട്ടി വന്ന് പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു, അപ്പോൾ ലെസ്ബിയൻ എന്നല്ലേ പറയുന്നത്. അവിടെയും കൺഫ്യൂഷൻ ഉണ്ട്, അവിടെയും ഡിഫറൻസിയേഷൻ ഉണ്ട്. ആ തെറ്റിദ്ധാരണകളാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത്. ഞാനിപ്പോൾ ട്രാൻസ് വുമനും ട്രാൻസ് മെനും എന്താണെന്ന് പറഞ്ഞില്ല. അവരുടെ ബോഡി അതുപോലെ സർജറി ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൺസെൻറ്റ് ജെൻഡർ പോലെ ആക്കി ഒരു മാരേജ് ചെയ്ത് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു ലെസ്ബിയൻ ആണെങ്കിലും, ലെസ്ബിയൻ മീൻസ് ഗേൾസിനോട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നു. ഗേ എന്ന് പറഞ്ഞാൽ ബോയ്സും കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. അപ്പം ലെസ്ബിയൻസിന് എന്താ അവരെ നോക്കുന്നത്? അവർ സർജറിയും ചെയ്യുന്നില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. അവർ ഗേളായിട്ട് തന്നെ ആ ബോഡിയിൽ അവർ സന്തോഷമാണ്. ഓക്കെ, ബട്ട് അവരുടെ അഫെക്ഷൻ, അവർക്ക് വേണ്ടുന്ന അഫെക്ഷൻ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറായിട്ട് അവർ ചൂസ് ചെയ്യുന്ന ആ അഫെക്ഷനായിട്ട് വരുന്നത് ഒരു ഗേളിൻ്റെ അടുത്താണ്. ആ വരുന്ന കുട്ടിക്കും അതുപോലെ എനിക്ക് സർജറി ഒന്നും ചെയ്യേണ്ട, പക്ഷേ എനിക്ക് പെണ്ണായിട്ട് തന്നെ ജീവിക്കേണ്ട, പക്ഷേ എൻ്റെ പാർട്ട്ണർ ഒരു പെൺകുട്ടിയെ എനിക്കിഷ്ടം. അവരുടെ മൈൻഡിലുള്ള ഹോർമോണൽ ചേഞ്ചസ് അങ്ങനെ അവരെ ലീഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അത് ലെസ്ബിയൻ. ഗെയിം സെയിം. ഇത് പയ്യന് സർജറി ഒന്നും ചെയ്യേണ്ട, ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, പക്ഷേ എൻ്റെ അഫെക്ഷൻ എനിക്കൊരു ബോയ് എടുത്താണ്. ഞാൻ എൻ്റെ ശരീരം എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് ജീവിച്ചാൽ മതി മരണം വരെ, പക്ഷേ എൻ്റെ പാർട്ട്ണർ ഒരു ബോയ് ആയിരിക്കണം എൻ്റെ ആഗ്രഹം. സോ ആ ഒരു കാറ്റഗറിക്ക് പറയുന്നതാണ് ഗേ. ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ ട്രാൻസ് വുമനെ ആണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വിളിക്കുന്നതെന്നും അങ്ങനെ ചിന്തിക്കരുത്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് രണ്ട് കൂട്ടം ആൾക്കാരെയാണ്, ട്രാൻസ് വുമൻ ആൻഡ് ട്രാൻസ് മെൻ. ഈ രണ്ട് കൂട്ടരെയും കൂടെ ചേർത്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അതായത് ട്രാൻസ് വുമനും ട്രാൻസ് മെന്നും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സർജറി ചെയ്ത് മെഡിക്കേഷൻസ് എടുത്ത് ബോഡി ചേഞ്ചസ് വരുത്തിയതിന് ശേഷം അവർ ഏത് കൺസേൺ ബോഡി ജെൻഡറാണോ ആഗ്രഹിക്കുന്നത്